ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു കരിമീൻ ഫ്രൈ ആക്കിയാലോ. അപ്പം നമ്മുടെ അടിപൊളി നല്ല പച്ച കരിമീൻ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നമ്മുടെ കയ്യിൻ്റെ അത്രയൊക്കെ വലുപ്പമുള്ള നല്ല കരിമീനാട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിന് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. നമ്മൾ സാധാ നമ്മുടെ മീൻ പൊരിക്കുന്ന മസാല ഉണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ നാരങ്ങ ഉള്ളൊരു നാരങ്ങ എടുക്കുക. ഞാൻ ഇവിടെ ബുഷ് ഓറഞ്ച് എനിക്ക് ഉണ്ടായിരുന്നു, സോ അതെടുത്തു. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, വെള്ളം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇത് നല്ലൊരു പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മീനിൻ്റെ ക്ലീനാക്കി വെച്ച മീനിൻ്റെ എല്ലാ സൈഡിലോട്ടും നന്നായിട്ട് തേച്ചെടുക്കുക. അപ്പോൾ വര ഇടുമ്പോഴത്തേക്കാൾ നല്ല ആഴത്തിലിടണം, കണ്ടോ. അപ്പോൾ അതേപോലെ എന്നാലും മസാലയും നമ്മൾ തേങ്ങാപ്പാലിൻ്റെയൊക്കെ കുറച്ച് പരിപാടിയുണ്ട്, അതൊക്കെ അതിൻ്റെ അകത്ത് കയറി പോകത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ആ വര ഇടുമ്പോൾ നല്ല രീതിയിൽ അകത്തോട്ട് മുള്ളു വരെ കയറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു അത്യാവശ്യം ഒരു 10-15 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ ഇതൊക്കെ ചേർത്തല്ലേ, സോ ആ പുളിയും ഇതൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു തവ എടുത്ത് ചൂടാക്കിയിട്ട് നമ്മൾ കുറച്ച് വാഴയിലല്ലോ കരിവേപ്പില എടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ബെഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ മസാല പുരട്ടി വെച്ച മീൻ വെച്ച് കൊടുക്കുക. ഇതേതായിട്ട് നമ്മളൊരു ആദ്യം വലിയ ഫ്ലെയിമിലൊന്നും വെക്കണം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. നമ്മൾ ഇതെന്ന് വെച്ചാൽ ഇത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിനകത്തോട്ട് നമുക്ക് നമ്മുടെ സവാള, വെളുത്തുള്ളി ഇതൊന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇച്ചിരി ഉപ്പ്, അതിൻ്റെ ഇത് നോക്കിയിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നമ്മൾ ഇച്ചിരി അടച്ചടച്ച് വേവിക്കുകയാണെങ്കിൽ സവോള നന്നായിട്ട് കളറ് മാറി ഇതേപോലൊരു നല്ല രീതിയിൽ വെന്ത് വരും. അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇനി കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ഈ സാധാരണ ഗ്രേവി ഉണ്ടാക്കത്തില്ലേ, അതേപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ചേർത്ത് ഇതേപോലെ ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു മണം വരുന്നത്, അതായത് ഈ മസാലയൊക്കെ മുത്ത് കഴിയുമ്പോൾ. എന്നിട്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റുക. തക്കാളി ഒന്ന് വാടി വരുന്നിടം വരെ ഒന്ന് ആഡ് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല തേങ്ങാപ്പാൽ, കട്ടിക്ക് തേങ്ങാപ്പാലെടുത്ത് നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ മീനിനെയും കൂടെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ മീൻ എന്നിട്ട് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേഗണം. വെട്ടിപ്പൊള്ളിയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ആ ഹോളൊക്കെ ഇടണമെന്ന് പറഞ്ഞില്ലേ, കണ്ട ആ ഓരോ ഗ്യാപ്പിൽ നമ്മുടെ ഈ തേങ്ങാപ്പാൽ ഉള്ളിലോട്ട് കയറി. എന്നിട്ട് നമ്മുടെ ഈ തേങ്ങാപ്പാൽ എന്താവും, അതിനകത്തുനിന്ന് എണ്ണ എല്ലാം കൂടെ ഇറങ്ങി വരത്തില്ല. അപ്പോൾ ആ മസാലയും പിന്നെ ആ ഒരു കരിമീനും എന്നത് ആ തേങ്ങാപ്പാലിൽ കിടന്ന് അതിൻ്റെ എണ്ണയും നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയും എല്ലാം കൂടെ ചേർത്തൊരു മാജിക് ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ എന്താ പറയുക, വലിയ പണി